ചില പാട്ടുകളുടെ ഈരടികൾ കേൾക്കുമ്പോൾ ചില പാരടികൾ ഇതിനേക്കാൾ മനോഹരമായി കേട്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അയ്യോ പാരടി അടിപൊളിയാണ് എന്ന് നമ്മൾ തോന്നും. അപ്പൊ ഇത് ആക്ഷൻ സോങ് അല്ല, പക്ഷെ ഇതിനകത്തൊരു കഥ പറഞ്ഞു പോകുന്നത് ഒരു വീട്ടിൽ മദ്യപിച്ചിട്ട് വെള്ളമടിച്ചിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. നീ മനസ്സിലാരെ കുറിച്ചും ചിന്തിക്കുന്നില്ല. ഇല്ല, എന്നെ കുറിച്ചല്ല, ആരുമില്ല. പക്ഷെ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കുറെ സങ്കല്പങ്ങൾ കാര്യം. ഇത് എഴുതിയിരിക്കുന്നത് കൊച്ചിൻ മിമിക്കയാണ്. മിമിക്കയുടെ വരികൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പൊ നമ്മളൊക്കെ ഇടയ്ക്ക് ടെൻഷൻ മാറാൻ വേണ്ടി കേൾക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. പ്രത്യേകിച്ച് ഈ പാട്ട് ഞാൻ ഈ സമയത്തൊന്ന് പാടട്ടെ. വെരി ഗുഡ്. ഓക്കെ. ചാണ്ടി തൊഴിച്ചതു ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ചു കിറങ്ങിയ നേരത്ത്, ചട്ടിയെടുത്ത് എറിഞ്ഞത് മുറ്റത്ത്, ആ ചട്ടി പതിച്ചൊരു പട്ടിയുടെ മയ്യത്ത്, ചാണ്ടി തൊഴിച്ചതു ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ചു കിറങ്ങിയ നേരത്ത്, ചെത്ത് കഴിഞ്ഞു വരുന്ന വഴിക്ക് കള്ളു കൊടുത്തത് ചെല്ലപ്പൻ. ഇത് ചെല്ലപ്പൻ, കള്ളു ചെല്ലപ്പൻ. ചാണ്ടിയുടെ പെണ്ണിനെ പറ്റിയൊരേഷണി കൂട്ടി മെനഞ്ഞത് വല്യപ്പൻ. ഇത് വല്യപ്പൻ, അത് നിന്റപ്പൻ. അത് കേട്ട് നടുറോഡിൽ നിന്നൊരുപാട് ഭരണിപ്പാട്ടുകൾ തറവാടി ചാണ്ടിച്ചൻ പാടി. ഉടുമുണ്ടും തലയിൽ കെട്ടി തിരുവാതിര ചോടും വെച്ച് കടവാവല് പോലവനോടി. അരിശം തീർത്തത് ഭാര്യയുടെ മുതുകത്ത്, ഭാര്യ തിരിച്ചു കൊടുത്തത് മോന്തയ്ക്ക്. ചാണ്ടിയുടെ തൊഴി ഏറ്റിരിക്കുന്നു. ഇതുവരത്തെ അവസ്ഥയിൽ നമ്മളാണ് സ്കോർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് പ്രചോദനം നന്നായിരുന്നു. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരു ഇത്രയും കേട്ട പാട്ടുകൾ വെച്ചൊരു അഭിപ്രായം നമ്മുടെ തെസ്നിത്ത ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. തെസ്നിത്ത എന്താ പറയാനുള്ളത്? രണ്ടുപേരും കട്ടക്കിയാണ് നിൽക്കുന്നത്. എന്നാലും ആരുടെ ഭാഗത്താണ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്? അത് പറയാൻ പറ്റില്ല, കാരണം രണ്ട് ഭാഗത്തും പുലികളാണ് ഇരിക്കുന്നത്. പുലികളാണ്. ഓക്കെ, നമ്മളെ ചേച്ചി പാട്ടിനെ കുറിച്ച് സത്യമാണ്, എല്ലാവരും പാട്ടുകാരാണ്. പക്ഷെ ദേവി ചേച്ചി, മാർട്ടിൻ ചേട്ടന്റെ ഡാൻസിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റത്തില്ലേ? ചേച്ചി ഒരു ഡാൻസറാണ്, ഓഫ് കോഴ്സ് പറയാൻ പറ്റും. അതുപോലെ ഡാൻസ് കളിക്കാൻ മാർട്ടിൻ ചേട്ടന് മാത്രമേ അല്ല, ഇതിന്റെ സീനിയർ മോസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഈ പാരഡി ഗാനങ്ങളെ കുറിച്ചും പാരഡി എഴുതുന്നവരെ കുറിച്ചും പാരഡി പാട്ടുകളെ കുറിച്ചും തെസ്നിക്ക് എന്താണ് പറയാനുള്ളത്? ഒന്ന് പാരഡി പാട്ടിലാണ് ഞാൻ ഫസ്റ്റ് വരുന്നത്. അതെ, ഒന്ന് പറയാം. അത് ഏത് പാട്ടായിരുന്നു, ഓർമ്മയുണ്ടോ? പുകലക്കടക്കാരൻ വാസുള്ള ചേട്ടന്റെ മോളടി, നമ്മുടെ ബാലഗോപാലനെ കൂടെ പഠിപ്പിച്ച മാലതി. അത് ഡബിൾ റോളാ. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു അന്ന് കൂടെ അഭിനയിക്കാൻ? അശോകേട്ടനും ഞാനുമാണ് പ്രായമായിട്ട്. ഹരിശ്രീ അശോകൻ ചേട്ടനും ഞാനും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തന്നെ ടീനേജ് ആയിട്ട് ചെറിയ പെണ്ണായിട്ട് നടന്നു പോവാണ് കോളേജില്. അതാണ് പുകലക്കടക്കാരന്റെ മോള്. അതായത് പ്രായമുള്ള റോളും ചെറിയ റോളും രണ്ടും ടെസ്റ്റിനെ എടുത്തത്. കാരണം അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ റോള് ടെസ്റ്റിനെ അഭിനയിച്ചോളും, പിന്നെ പ്രായമായ റോള് വരുമ്പോഴും അധികം മേക്കപ്പ് ഒന്നും വേണ്ടല്ലോ എന്ന് ഓർത്താ ഞാൻ രണ്ടും. അത് അന്നും ഇന്നും പറയും, അന്നും ഇന്നും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷാ, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അടുത്ത പാട്ട് നമുക്ക് തിരിച്ചു കൊടുക്കണം. മാർട്ടിൻ ചേട്ടാ, വിത്ത് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് മോനെ പേട്ടു അങ്ക ആരംഭിക്കാം. റെഡി. ഒന്നാം തീയതി ഹർത്താല്, രണ്ടാം തീയതി ബസ് സമരം, മൂന്നാം തീയതി നാലാം തീയതി റാലി, കേരള നാട്ടിൽ പണിമുടക്കിന്റെ പൂരം. മറ്റുള്ള സ്റ്റേറ്റുകാർ ജോലിയെടുക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർ കൊടികൾ പിടിക്കും. മറ്റുള്ള നാട്ടുകാർ വിത്തു വിതയ്ക്കുമ്പോൾ നമ്മുടെ ആളുകൾ വെട്ടി നിരത്തും. മലയാളി മാറിയിട്ട് ബംഗാളി വാഴുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്, പണ്ട് മാവേലി വാണൊരു നാട്. ഒന്നാം തീയതി ഹർത്താല്, രണ്ടാം തീയതി ബസ് സമരം, മൂന്നാം തീയതി നാലാം തീയതി റാലി, കേരള നാട്ടിലെ പണിമുടക്കിന്റെ പൂരം. ഞങ്ങള് മുൻതൂക്കം കൂടി, ഇതോടുകൂടി തീരും മുൻതൂക്കം. അതായത്
കല്യാണം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒന്ന് കെട്ടി മടുത്തിരിക്കുകയാണ്. പക്ഷെ എത്ര കെട്ടിയിട്ട് മടുക്കാത്ത ഒരാളെ കുറിച്ചാണ് ഈ പാട്ട്. കല്യാണം കഴിക്കുമ്പോൾ ഒരു ദോഷം തീരുന്ന വെച്ച് പിന്നെ കെട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ തീരുന്ന ദോഷം സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അന്ത്രുക്കാക്ക 9 കെട്ടിയ കഥയാണ്. ഓക്കെ, അടിപൊളി. അന്ത്രുക്കാക്ക 9 കെട്ടി സൗലത്ത് പൗലത്ത് സീനത്ത് വീണ്ടും കെട്ടാൻ പദ്ധതി കൂട്ടി 5-6 പിന്നെ കെട്ടി പട്ടാമ്പിന്നൊരു തട്ടും കിട്ടി മുട്ടിന് പതകിന് പൂവാലനാം അന്ത്രുക്കാനെ പിടികൂടാൻ ചിലർ ചട്ടം കെട്ടി ചാലക്കുടി വെച്ച് ആളെ പിടികൂടി പൊക്കിയെടുത്തു മരത്തി കെട്ടി പാണ്ടിപ്പട പോലെ ആളുകളും കൂടി ചാമ്പി അന്ത്രുക്കായെ ഇഞ്ചപ്പദമാക്കി അന്ത്രുക്കാക്ക 9 കെട്ടി വീണ്ടും കെട്ടാൻ പദ്ധതി കൂട്ടി. ഇത് സൂപ്പർ ആയിരുന്നു, സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല.